നമ്മുടെ നാട്ടിൻപുറങ്ങളിലെയും നഗരങ്ങളിലെയും തിരക്കേറിയ കവലകളിൽ ചുവന്ന നിറത്തിൽ തലയുയർത്തി നിന്നിരുന്ന തപാൽ പെട്ടികളും കത്തുകളുമായി എത്തുന്ന പോസ്റ്റ്മാനും ഒരു കാലഘട്ടത്തിന്റെ അടയാളങ്ങളായിരുന്നു. ഡിജിറ്റൽ യുഗത്തിലും സാധാരണക്കാരന്റെ സാമ്പത്തിക ഭദ്രതയ്ക്കും ആശയവിനിമയത്തിനും താങ്ങായി നിന്നിരുന്ന തപാൽ വകുപ്പ് ഇപ്പോൾ വലിയൊരു അഴിച്ചുപണിയുടെ ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. കേന്ദ്ര സർക്കാരിന്റെ പുതിയ പുനഃസംഘടനാ നയത്തിന്റെ ഭാഗമായി കേരളത്തിലുടനീളം 150ഓളം പോസ്റ്റ് ഓഫീസുകൾ നിർത്തലാക്കാനുള്ള നീക്കം സജീവമായിരിക്കുകയാണ്. ഒരു സ്ഥാപനം അടച്ചുപൂട്ടുന്നു എന്നതിനേക്കാൾ ഇത് സാധാരണക്കാരുടെ ദൈനംദിന ജീവിതത്തെയും തിരിച്ചറിയൽ രേഖകളെയും എങ്ങനെ ബാധിക്കുമെന്ന ഗൗരവകരമായ ചർച്ചകൾക്കാണ് ഇപ്പോൾ തുടക്കമായിരിക്കുന്നത്. തപാൽ നിയമത്തിലെ ഭേദഗതികളെ തുടർന്ന് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പുനഃസംഘടനാ നയമാണ് ഈ നടപടികൾക്ക് ആധാരമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. പോസ്റ്റ് ഓഫീസുകൾ ലഭ്യമല്ലാത്ത ഇടങ്ങളിലേക്ക് സേവനം എത്തിക്കാനും നിലവിലുള്ള ശൃംഖലയെ കൂടുതൽ കാര്യക്ഷമമാക്കാനുമാണ് ഈ റേഷണലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് അധികൃതർ വ്യക്തമാക്കുന്നു. എന്നാൽ ലാഭനഷ്ട കണക്കുകൾ നോക്കി ജനകീയ സേവനങ്ങളെ വെട്ടിച്ചുരുക്കുന്നത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് പൊതുജനങ്ങളുടെയും തൊഴിലാളി സംഘടനകളുടെയും പക്ഷം. പുതിയ നയം അനുസരിച്ച് ദൂരപരിധി സംബന്ധിച്ച് കർശനമായ നിബന്ധനകളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. നഗരപ്രദേശങ്ങളിൽ 2 കിലോമീറ്റർ ചുറ്റളവിലും ഗ്രാമപ്രദേശങ്ങളിൽ 5 കിലോമീറ്റർ ചുറ്റളവിലും ഒന്നിലധികം പോസ്റ്റ് ഓഫീസുകൾ ഉണ്ടെങ്കിൽ അവ ലയിപ്പിക്കാനോ മാറ്റി സ്ഥാപിക്കാനോ ആണ് നിർദ്ദേശം. ഇതിനകം തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 36 പോസ്റ്റ് ഓഫീസുകൾ പൂട്ടിക്കഴിഞ്ഞു. ആദ്യഘട്ടത്തിൽ പുറത്തു വന്ന പട്ടികയിൽ 150ലധികം പോസ്റ്റ് ഓഫീസുകൾ ഉൾപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ തിരിച്ചടി നേരിട്ടത് ഒറ്റപ്പാലം ഡിവിഷനിലാണ്. അവിടെ 5 ഓഫീസുകൾ അടച്ചുപൂട്ടി. പാലക്കാട് 3ഉം കണ്ണൂർ 4 വീതവും ഓഫീസുകൾ പ്രവർത്തനം നിർത്തിയിട്ടുണ്ട്. പാലക്കാട് ഡിവിഷനിൽ അംബികാപുരം, തത്തമംഗലം സൗത്ത് എന്നീ പോസ്റ്റ് ഓഫീസുകളാണ് സെപ്റ്റംബർ മാസം തന്നെ പ്രവർത്തനം നിർത്തിയത്. പാലക്കാട് കോളേജ്, ശേഖരീപുരം, ചിറ്റൂർ കോളേജ്, അതുപോലെ തെക്കേ ഗ്രാമം തുടങ്ങിയ സബ് പോസ്റ്റ് ഓഫീസുകളും പുത്തൂർ, ന്യൂ കൽപ്പാത്തി, മൂത്താൻതറ, നൂറണി, അഗ്രഹാരം തുടങ്ങിയ ബ്രാഞ്ച് ഓഫീസുകളും പൂട്ടാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. വടക്കൻ കേരളത്തിലും സ്ഥിതി ഒട്ടും ഭിന്നമല്ല. കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുള്ള 6 ജില്ലകളിലായി 13 സബ് ഓഫീസുകൾ ഇതിനോടകം ലയിപ്പിക്കുകയോ അടച്ചുപൂട്ടുകയോ ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഓഫീസുകൾ പൂട്ടിയത്. 6 എണ്ണം അവിടെ പൂട്ടി. കാസർഗോഡ് 3 എണ്ണവും അടച്ചുപൂട്ടിയിട്ടുണ്ട്. മറ്റു പ്രധാന ഡിവിഷനുകളുടെ അവസ്ഥയും ഭിന്നമല്ല. ഇരിങ്ങാലക്കുട, ചങ്ങനാശ്ശേരി എന്നിവിടങ്ങളിൽ 3 വീതവും, തൃശൂർ, മഞ്ചേരി, തിരൂർ, വടകര, എറണാകുളം, തിരുവനന്തപുരം നോർത്ത്, തിരുവനന്തപുരം സൗത്ത് എന്നീ മേഖലകളിൽ 2 വീതവും ഓഫീസുകൾ അടച്ചുപൂട്ടിയിട്ടുണ്ട്. കൊല്ലം ഡിവിഷനിൽ ഒരു ഓഫീസും ഈ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നു. ഈ പരിഷ്കാരത്തിൽ ജനങ്ങളെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത് തങ്ങളുടെ പിൻകോഡ് മാറുമോ എന്നതാണ്. ഒരു വിലാസത്തിന്റെ പൂർണ്ണത നിശ്ചയിക്കുന്നത് അതിലെ 6 അക്ക പിൻകോഡാണ്. ആധാർ കാർഡ്, പാസ്പോർട്ട്, വോട്ടർ ID, റേഷൻ കാർഡ്, ബാങ്ക് അക്കൗണ്ടുകൾ തുടങ്ങിയ സുപ്രധാന രേഖകളിലെല്ലാം ഈ കോഡ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു പോസ്റ്റ് ഓഫീസ് നിർത്തലാക്കുമ്പോൾ ആ ഓഫീസിന് അനുവദിച്ചിട്ടുള്ള പിൻകോഡും ഇല്ലാതാവുകയാണല്ലോ. അതത് തപാൽ ഓഫീസുകളുടെ പരിധിയിലുള്ളവർ പിൻകോഡ് മാറുമ്പോൾ അവരുടെ എല്ലാ ഔദ്യോഗിക രേഖകളിലും വിലാസം തിരുത്തേണ്ടി വരും. ഇത് സാധാരണക്കാർക്കും പ്രത്യേകിച്ച് സാങ്കേതിക വിദ്യയിൽ അത്ര പരിജ്ഞാനമില്ലാത്ത മുതിർന്ന പൗരന്മാർക്കും വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുക. ഓൺലൈൻ ഡെലിവറി സേവനങ്ങളും ബാങ്കിംഗ് ഇടപാടുകളും പിൻകോഡിനെ അടിസ്ഥാനമാക്കിയാണ് നടക്കുന്നത് എന്നിരിക്കെ ഈ മാറ്റം വിലാസങ്ങൾ അസാധുവാകാൻ കാരണമാകുമോ എന്ന ആശങ്ക പരക്കെ നിലനിൽക്കുന്നുണ്ട്. നോൺ ഡെലിവറി ഓഫീസുകളോ സ്വതന്ത്ര പിൻകോഡില്ലാത്ത ബ്രാഞ്ച് ഓഫീസുകളോ പൂട്ടിയാൽ പ്രശ്നമില്ലെങ്കിലും സബ് ഓഫീസുകൾ പൂട്ടുന്നത് പിൻകോഡ് മാറ്റം അനിവാര്യമാക്കും. തപാൽ ഓഫീസുകൾ പൂട്ടുന്നതിന് പ്രധാന കാരണമായി അധികൃതർ പറയുന്നത് വരുമാനക്കുറവും ലാഭക്ഷമതയില്ലായ്മയുമാണ്. എന്നാൽ ലാഭകരമായി പ്രവർത്തിക്കുന്ന ഓഫീസുകൾ പോലും പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ടെന്ന ആരോപണം ശക്തവുമാണ്. ഉദാഹരണത്തിന് തിരുവനന്തപുരത്തെ കോട്ടൺ ഹിൽ പോസ്റ്റ് ഓഫീസും പാലക്കാട്ടെ കോട്ട പോസ്റ്റ് ഓഫീസും ലാഭകരമായിട്ടും പൂട്ടാനുള്ള തീരുമാനത്തിലാണ്. ഭൂരിഭാഗം A, B, C കാറ്റഗറി പോസ്റ്റ് ഓഫീസുകളും വാടക കെട്ടിടങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്. ഇത്തരം കെട്ടിടങ്ങളുടെ വാടക കരാർ പുതുക്കാതിരിക്കുകയും അവയെ ഹെഡ് പോസ്റ്റ് ഓഫീസുകളുമായി ലയിപ്പിക്കുകയും ചെയ്യാനാണ് വകുപ്പിന്റെ നീക്കം. ഇത് ചെലവ് കുറയ്ക്കാൻ സഹായിക്കുമെങ്കിലും സേവനം തേടിയെത്തുന്ന ജനങ്ങളെ ദുരിതത്തിലാക്കും. വീടിനടുത്ത് ലഭ്യമായിരുന്ന സേവിങ്സ് ബാങ്ക്, ഇൻഷുറൻസ്, സ്പീഡ് പോസ്റ്റ് സേവനങ്ങൾ എന്നിവയ്ക്കായി ഇനി കിലോമീറ്ററുകൾ സഞ്ചരിച്ച് തിരക്കേറിയ ഹെഡ് പോസ്റ്റ് ഓഫീസുകളിലേക്ക് വരി നിൽക്കേണ്ടി വരുമെന്ന് സാരം. കേരളത്തിലെ 5000-ലധികം പോസ്റ്റ് ഓഫീസുകൾ പെൻഷൻകാർക്ക് ലൈഫ് സർട്ടിഫിക്കറ്റ് നൽകുന്നതിനും മറ്റും വലിയ സേവനമാണ് ചെയ്യുന്നത്. പോസ്റ്റ് ഓഫീസുകളിലെ നിക്ഷേപങ്ങൾക്ക് ലഭിക്കുന്ന ഉയർന്ന പലിശ സാധാരണക്കാരായ അനേകം പേരെ തപാൽ ബാങ്കിങ്ങിലേക്ക് ആകർഷിച്ചിട്ടുമുണ്ട്. ഓഫീസുകൾ കുറയുന്നതോടെ ഈ സേവനങ്ങൾക്കായി ജനങ്ങൾ ബുദ്ധിമുട്ടും. മഞ്ചേരിയിലെ ബസാർ പോസ്റ്റ് ഓഫീസും വാക്കേത്തൊടിയും പൂട്ടിയതിനെതിരെ ഉണ്ടായ ജനകീയ പ്രതിഷേധങ്ങൾ ഈ പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാക്കുന്നു. മഞ്ചേരി ഹെഡ് പോസ്റ്റ് ഓഫീസിൽ നിലവിൽ തന്നെ 2 കൗണ്ടറുകൾ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. അവിടേക്ക് കൂടുതൽ ഓഫീസുകൾ ലയിപ്പിക്കുന്നതോടെ തിരക്ക് നിയന്ത്രിക്കാനാവാത്ത അവസ്ഥയുണ്ടാകും.
കൂടാതെ ഭാഷാപരമായ പ്രശ്നങ്ങളും സെർവർ തകരാറുകളും ഇടപാടുകാരെ കൂടുതൽ വലയ്ക്കുന്നു. തപാൽ വകുപ്പിനെ ഘട്ടം ഘട്ടമായി സ്വകാര്യവൽക്കരിക്കാനുള്ള വലിയ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ അനാവശ്യ ലയനങ്ങളും ഓഫീസുകൾ പൂട്ടലും നടക്കുന്നതെന്ന് തൊഴിലാളി സംഘടനകൾ ആരോപിക്കുന്നു. ഇൻഡിപെൻഡന്റ് ഡിസ്ട്രിബ്യൂഷൻ സെന്ററുകൾ തുടങ്ങുന്നത് ഇതിന്റെ സൂചനയാണെന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങളെ തകർക്കുന്നത് കോർപ്പറേറ്റുകളെ സഹായിക്കാനാണെന്ന വാദവും ശക്തമാണ്. ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നതും താൽക്കാലിക നിയമനങ്ങൾ നിരോധിക്കുന്നതും വകുപ്പിന്റെ പ്രവർത്തനക്ഷമതയെ ബാധിച്ചിട്ടുണ്ട്. തപാൽ വകുപ്പ് കേവലം ഒരു ബിസിനസ് സ്ഥാപനമല്ല, മറിച്ച് രാജ്യത്തെ ജനങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു സേവന പ്രസ്ഥാനമാണ്. സാങ്കേതികമായി നമ്മൾ എത്ര മുന്നേറിയാലും ഇന്നും സാധാരണക്കാരന്റെ വിശ്വാസം ആ ചുവന്ന പെട്ടികളിലാണ്. പരിഷ്കാരങ്ങൾ അത്യാവശ്യമാണെങ്കിലും അത് ജനങ്ങളെ ദുരിതത്തിലാക്കിയും സുപ്രധാനമായ തിരിച്ചറിയൽ രേഖകളിൽ മാറ്റം വരുത്തിയുമാകരുത്. പിൻകോഡ് മാറ്റം സംബന്ധിച്ച കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ അധികൃതർ തയ്യാറാകണം. അല്ലാത്തപക്ഷം വിലാസമില്ലാത്ത മനുഷ്യരുടെ നാടായി കേരളം മാറാൻ അധികകാലം വേണ്ടിവരില്ല. വികസനത്തിന്റെ പേരിൽ ജനകീയ സ്ഥാപനങ്ങളെ ഇല്ലാതാക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് ഒരു നാടിന്റെ അടയാളങ്ങൾ കൂടിയാണ്. ജനകീയ പ്രതിഷേധങ്ങൾക്കും സന്നദ്ധ സംഘടനകളുടെ ഇടപെടലുകൾക്കും മാത്രമേ ഈ നീക്കത്തെ പുനർവിചിന്തനം ചെയ്യാൻ പ്രേരിപ്പിക്കാനാവൂ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.